Your attention please. Train number 56382 Kayangulam, Ernakulam passenger via Nalandi is at Kayangulam junction. Platform number 3. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വീഡിയോ ബ്ലോഗർ. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ കായംകുളത്തു നിന്ന് ചെന്നൈക്ക് പോകാൻ വേണ്ടി കയറിയ ഒരു പാസഞ്ചറാണ്. പക്ഷേ 2 മണിക്കൂർ ലേറ്റായിട്ടാണ് നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഞാൻ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ലേറ്റായി കഴിഞ്ഞപ്പോൾ നേത്രാവതി ലേറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ലേറ്റായി. അപ്പോൾ റെയിൽവേയുടെ അനാസ്ഥ നമ്മളെല്ലാവരും ഇത് ഷെയർ ചെയ്ത് എല്ലാവരെയും കാണിക്കുക. ഓക്കെ താങ്ക് യു. അങ്ങനെ വിട്ടാൻ പറ്റില്ല ഇന്ത്യൻ റെയിൽവേ. എത്ര നേരമല്ലേ അവിടെ ആർക്കെങ്കിലും ചായ വേണോ? ഇവിടെ ആർക്കെങ്കിലും ചായ വേണോ? ഇവിടെ ആർക്കെങ്കിലും ചായ വേണോ? അയ്യോ വേണ്ട. അവിടെ ആർക്കെങ്കിലും ചായ വേണോ? ട്രെയിനിൻ്റെ അകത്തെ പുതിയ കച്ചവടക്കാരനാ? അതെ സാർ. ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ? അതെ സാർ. മുന്നേ ഇങ്ങനെ ഇവിടെ ആർക്കെങ്കിലും ചായ വേണോ ഇങ്ങനെ ചോദിച്ചാൽ ട്രെയിനിൻ്റെ അകത്ത് ചായ കച്ചവടം നടക്കുകയില്ല. ഈ ട്രെയിൻ ഒരു താളമുണ്ട്, ആ താളത്തിൽ ചോദിച്ചെങ്കിലേ ആൾക്കാർ ചായ വാങ്ങിക്കുകയുള്ളൂ. അതെങ്ങനെയാ സാർ? ഇപ്പൊ ട്രെയിനിന് ഒരു താളം കേട്ടില്ലേ നിങ്ങൾ? ഇപ്പൊ ട്രെയിനിൻ്റെ അകത്ത് ചായ വേണം ചോദിക്കുന്നത് എങ്ങനെയാ? ചായ പറഞ്ഞേ. ചായ ചായ. അല്ലിങ്ങനെ വരണ്ട, അല്ലിങ്ങനെ വരണ്ട. ചായ ചായ. കാപ്പിയ കാപ്പിയ. വടേ വട വടേ വട. വടേ വട വടേ വട. വടേ വട വടേ വട. വടേ വട വടേ വട. ടട ടട വടേ വട. വടേ വട. വടേ വട. വടേ വട. വട വട. വട വട. വട വട. വട വട. വടേ വട. ടിക്കറ്റ് വടേ വട. ടിക്കറ്റ്. വടേ വട. ചായ. രണ്ടുപേരുടെയാ? ഹലോ മിസ്റ്റർ, ഇന്ത്യൻ റെയിൽവേ ഭയങ്കര അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമാണ് ഇന്ത്യൻ റെയിൽവേ. എന്ത് കാണിച്ചു? നല്ല വൃത്തിയുള്ള കമ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആണല്ലോ, പിന്നെ എന്താ പ്രശ്നം? അതല്ല, നിങ്ങൾ എന്തിനാണ് ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ട്രെയിനിന്റെ സമയവിവര പട്ടികയുടെ ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത്? എന്നിട്ട് എല്ലാ ട്രെയിനുകളും ലേറ്റ് ആയിട്ടാണല്ലോ ഓടുന്നത്. എടാ, അവിടെ അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഏതൊക്കെ ടൈം, ഏതൊക്കെ ട്രെയിൻ, ഏതൊക്കെ ടൈമിൽ ലേറ്റ് ആവുന്നു നീയൊക്കെ പോയി നോക്കി മനസ്സിലാക്കി ട്രെയിനിൽ വന്ന് കയറുന്നത്. അതവിടെ വെച്ചില്ല നിനക്ക് കയറാൻ പറ്റുമോ? പറ്റുമോടാ? അത് ഇതടിക്കാതെ നീ ടിക്കറ്റിങ് എടുത്തേ. ടിക്കറ്റ് എടുക്കാൻ ആ ശീലമില്ല സാർ. ടിക്കറ്റ് എടുക്കാറില്ല. ഒന്നാമത് നമുക്ക് ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ്, പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഏത് ടിക്കറ്റിന്റെ കാര്യം ഉദ്ദേശിച്ചേ? കേരള സംസ്ഥാന ഭാഗ്യക്കുറിയല്ലേ? കേരള സംസ്ഥാന ഭാഗ്യക്കുറി എടുക്കാൻ ഞാൻ ലോട്ടറി കച്ചവടക്കാരനല്ല, ട്രെയിനിന്റെ അകത്തെ TTR ആണ്. ടിക്കറ്റ് എടുക്ക്. ഞാനേ ധൃതിക്ക് ഓടിക്കേറിയപ്പോ ടിക്കറ്റ് എടുക്കാൻ മറന്നു. ടിക്കറ്റ് എടുക്കാതെ നീ കണ്ട ന്യായങ്ങളൊക്കെ റെയിൽവേയെ കുറിച്ച് നീ പറഞ്ഞതല്ലേ? ടിക്കറ്റ് എടുക്കുക. എവിടുന്ന് കയറിയതാ നീ? കായംകുളം. കായംകുളത്ത് കയറി. എങ്ങോട്ടാ പോകേണ്ടത്? ചെന്നൈ. അപ്പൊ ഡബിൾ അടിക്കേണ്ടി വരും. വേണ്ട, എനിക്ക് സിംഗിൾ അടിച്ചാൽ മതി. ടിക്കറ്റ് ഡബിൾ അടിക്കേണ്ടെന്ന് 2100 രൂപ എടുക്ക്. സാറേ അങ്ങനെ പറയല്ലോ സാറേ. അപ്പൊ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്നെങ്കിലാ 350 രൂപ മുടക്കിയാൽ മതിയായിരുന്നു. അയ്യോ, ടിക്കറ്റ് എടുത്തില്ല, 2500 രൂപ എടുക്കും. സാറേ ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്, ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതാണ്, തൊഴിൽ രഹിതനാണ് സാറേ ഞാൻ. അപ്പൊ നിനക്ക് ജോലിയൊന്നും ആയിട്ടില്ല? ഒന്നും ആയിട്ടില്ല സാറേ. എവിടെ പോയാ ജോലി ആകാൻ? ഞാൻ അല്ല, ഞാൻ ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് എന്റെ ജോലിക്ക് എടുക്കും, പിറ്റേ ദിവസം എന്നെ അവിടുന്ന് പറഞ്ഞുവിടും. അതിനെ അങ്ങനെ പറഞ്ഞുവിടാനുള്ള കാരണം? പറഞ്ഞുവിടാനെന്ന് പറഞ്ഞാൽ എന്റെ പേരിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ നിന്റെ പേര്? എന്റെ പേര് കാരണമാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്താ? എന്നാ അത്രയ്ക്കും വൃത്തികെട്ട പേരാണോ? വൃത്തികെട്ട പേരൊന്നുമല്ല. പിന്നെ എന്താ നിന്റെ പേര്? ബോസ്. നല്ല പേരാണല്ലോ, ജോലി കിട്ടേണ്ട പേരാണല്ലോ അത്. അല്ല, ഞാൻ എവിടെ ജോലിക്ക് കയറിയാലും അവിടെ ഒരു ബോസ് ഉണ്ടാവും, ഈ തലപ്പത്തെ. അപ്പൊ ബോസേ എന്ന് വിളിക്കുമ്പോ ഞാനും പുള്ളി വിളി കേൾക്കും. അപ്പൊ പുള്ളിക്ക് അത് ഈഗോ അടിക്കും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്നെ പറഞ്ഞോളൂ. അപ്പൊ ഇപ്പൊ തൽക്കാലം ജോലിയൊന്നും ഇല്ല? ജോലി അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല സാറേ. ഇന്ത്യൻ റെയിൽവേയിൽ ബോസ് ഉണ്ടാ? ഇന്ത്യൻ റെയിൽവേയിൽ ഒരു വേക്കൻറ്റ് കിടപ്പുണ്ട്. പക്ഷെ നല്ല ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ. ഞാൻ പഠിച്ചോളാം സാറേ, കുത്തിയിരുന്ന് ഞാൻ പഠിച്ച് പാസ്സായിക്കോളാം. ഞാൻ ടെസ്റ്റൊക്കെ ഞാൻ പാസ്സായിക്കോളാം. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്, റെയിൽവേയിൽ ജോലി കിട്ടണമെങ്കിൽ അവരുടെ ടെസ്റ്റ് പാസ്സായാലേ ജോലി കിട്ടുള്ളൂ. അതെല്ലേ? ഇപ്പൊ നിന്നെ ഉദാഹരണത്തിന് ജോലിക്ക് എടുത്തെന്ന് വെച്ചു. റെയിൽവേയിൽ ജോലിക്ക് എടുത്തു. ഇപ്പൊ നീ റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ റെയിൽവേ പാളത്തിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒരു ട്രെയിൻ
ആ. വെച്ചടിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ. ഇവിടെ നിന്ന് ഒരു ട്രെയിൻ വെച്ചടിച്ച് അങ്ങോട്ട് പോവാണ്. രണ്ടും ഒരു പാളമാണെന്നുള്ള ചിന്തിച്ചോണം. ഒരു പാളത്തുനിന്ന് അവിടെ നിന്നും ഒരു ട്രെയിൻ വരുന്നു, ഇവിടുന്ന് ഒരു ട്രെയിൻ വരുന്നു. രണ്ടും കൂട്ടിമുട്ടാൻ പോവുകയാണ്. ആ സമയത്ത് നീ അവിടെ നിൽപ്പുണ്ടെങ്കിൽ നീ അവിടെ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. ഞാൻ റെഡ് സിഗ്നൽ ഓൺ ചെയ്യും. അപ്പൊ തന്നെ റെഡ് സിഗ്നൽ കത്തിക്കും. അത് കത്തിയില്ലെങ്കിലോ? കത്തിയില്ലെങ്കിൽ ഞാൻ ചുവന്ന കൊടി പൊക്കി കാണിക്കും. അത് നീ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു പോയെങ്കിലോ? ഞാൻ എൻ്റെ ഷർട്ട് ഊരിയിട്ട് ആ, കത്തിച്ച് തീയുണ്ടാക്കിയിട്ട് ഇങ്ങനെ അപായം കാണിക്കും. അതവര് കണ്ടില്ലെങ്കിലോ? അതും അവർ കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ എഞ്ചിനീയറിങ്ങിന് പഠിക്കണ അനിയനെ വിളിച്ചു വരുത്തും. അവൻ വന്നിട്ട് എന്നെ ചെയ്യും? അല്ല, അവൻ ഇതേവരെ ട്രെയിന് തമ്മിൽ കൂട്ടിയിടിക്കണ കണ്ടിട്ടില്ലേ? ആ. അപ്പൊ അവനത് അവിടെ നിന്ന് കണ്ടോളും. ആ കൂട്ടിയിരിക്കുന്ന ട്രെയിനിനകത്ത് നീയും കൂടെ കയറി നിൽക്കുകയാണ്. നീ ജോലി അന്വേഷിച്ച് നടക്കുകയേ വരില്ല. ആവശ്യമില്ല, പരിചയമില്ല. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ട് നീ ഇന്ന് ന്യായം പറയുന്നു. അങ്ങനെ അടിക്കല്ലേ സാർ. അപ്പൊ നിനക്ക് ജോലി നിലവിലൊന്നുമില്ല? അല്ല, ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ അത്? 4-5 വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ. ആണോ? അപ്പൊ റിസ്ക് ഉള്ള ജോലിയാണല്ലോ. അതെ. ഗുഡ് മോർണിംഗിന്, ഗുഡ് നൈറ്റിന്, ചായ കുടിച്ചോ, ഊണ് കഴിച്ചോ, ഇതിനെല്ലാം മറുപടി ഇടണ്ടേ? ടെൻഷനാണ്, മൊത്തം ടെൻഷനാണ്. എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കണം. ഞാൻ കക്കൂസി പോവാണ്, ഇതിനൊക്കെ മറുപടി ഇടണം. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഇതൊരു ട്രെൻഡ്. മാഷേട്ടൻ ഹേമവതി, എന്താണ് കൃഷ്ണന് രാധേ? എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് ആണത്, ഹേമവതി. മാഷേട്ടൻ എന്താ ഇവിടെ? TTR ആണ് റെയിൽവേയിലെ. മാഷേട്ടൻ TTR-ഓ? അപ്പൊ അല്ലേ TTR ആണ്. പിന്നെ ഈ കൊച്ചല്ലാന്ന് പറഞ്ഞു? അല്ല, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, അങ്ങനെ അല്ലാന്ന് പറഞ്ഞു. അതെ തന്നെ. പിന്നെ ഈ കൊച്ചത്തെ ഇങ്ങനെ പറഞ്ഞത്? അല്ല, നീ എന്താ അങ്ങനെ പറഞ്ഞേ? മാഷേട്ടൻ പണ്ട് എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് TTR അല്ലായിരുന്നു. TTR അല്ലായിരുന്നു. അന്നല്ലായിരുന്നു, പക്ഷെ ഇന്ന് TTR ആണ് ഞാൻ. പിന്നെന്താ ഈ കൊച്ചി ഇങ്ങനെ പറഞ്ഞത്? അല്ല, മാഷേട്ടൻ ആ സമയത്ത് TTR ആയിരുന്നോ? ഞാൻ അല്ലായിരുന്നു, TTR അല്ലായിരുന്നു. അല്ലായിരുന്നു എന്ന് പറഞ്ഞു. എടാ, അന്നല്ലായിരുന്നു, ഇന്ന് TTR ആണ് ഞാൻ. പിന്നെ ഈ കൊച്ചത്താണ് ഇങ്ങനെ നീ എന്താ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ? മാഷേട്ടൻ വലിയൊരു കലാകാരനായിരുന്നു, ഒരു വലിയ ഡാൻസ് സാറായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചു വലിയൊരു ഡാൻസർ ആവുമല്ലോ, ഒരു അഭിനേതാവോ എന്നൊക്കെ വിചാരിച്ചതാ. എന്നാലും മാഷേട്ടൻ TTR ആണോ? അല്ലേ? TTR ആണടാ. പിന്നെ ഇവരെന്താ? നീ എന്താ പിന്നെ അങ്ങനെ പറയുന്നേ? അല്ല, TTR TTR ആവണ്ട ആളാണോ എന്ന് ഞാൻ ചോദിച്ചതാ. വേണ്ട. അതെ, TTR ആണ് ഞാൻ. മിണ്ടായിരിക്കും, നീ ടിക്കറ്റ് കൊടുക്കണ്ട, ചുമ്മാ അവിടെ ഇരിക്കും. മാഷേട്ടാ, മാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു മോളെ. മാഷേട്ടന് കുട്ടികളില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഈ ഇതിനും വരുമ്പം 12 വർഷം കഴിഞ്ഞു. അയ്യോ, അപ്പൊ പിന്നെ വല്ല ട്രീറ്റ്മെന്റ് എടുക്കാൻ വയ്യായിരുന്നോ മാഷേട്ടാ? ട്രീറ്റ്മെന്റിന്റെ കുഴപ്പമൊന്നും അല്ല, പിന്നെ ഈ ട്രെയിനിന്റെ കുഴപ്പം തന്നെയാ. അയ്യോ, ട്രെയിൻ എന്താ കുഴപ്പം? എന്റെ ഭാര്യ റെയിൽവേയിൽ ജോലിയാണ്, ആ. അവളും TTR ആണ്. ആ. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിന് പോകുമ്പോൾ അവള് പാലക്കാട് നിന്ന് നേരെ തിരുവനന്തപുരം വരും. ഞാൻ കാസർഗോഡ് നിന്ന് നേരെ തിരുവനന്തപുരം വരുമ്പോൾ അവൾ തിരുവനന്തപുരത്ത് നേരെ പാലക്കാടേക്ക് പോകും. അങ്ങനെ പോയി ഞങ്ങൾക്ക് കാണാനേ പറ്റുന്നില്ല. എത്ര വർഷമായെന്നറിയോ കാണാൻ പറ്റിയിട്ട്? അപ്പൊ ഒരുപാട് വർഷമായി നിങ്ങൾ തമ്മിൽ കണ്ടിട്ട്? ട്രെയിൻ തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടൊന്ന് കാണാനോ സംസാരിക്കാനോ പറ്റിയില്ലെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം പറ്റിയായിരുന്നു കേട്ടോ. 2012 സെപ്റ്റംബർ 6-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഈ 2 ട്രെയിനും കൂടെ ഒരു സ്ഥലത്ത് പിടിച്ചിട്ട്, അപ്പം അവളെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് എന്റെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ ട്രെയിനിൽ കയറിയപ്പം അവളെ എന്നെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചാൽ അവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി എന്റെ ട്രെയിനിൽ കയറി. അങ്ങനെ അവള് നേരെ എന്റെ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തും ചെന്ന് ഞാൻ അവളുടെ ട്രെയിനിൽ കയറി നേരെ പാലക്കാടും ചെന്നു. അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ടിക്കറ്റ് എടുത്തായിരുന്നു പാലക്കാടേക്ക് പോയപ്പോ? എടാ കഴുകാൻ, ഞാൻ TTR ആണ്, എനിക്കെന്തിനാ ടിക്കറ്റ്? പഠിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് സ്വന്തമായിട്ട് 10-16 പിള്ളേരുണ്ടായിരുന്ന മാഷ. അതെ. അജി, അന്ന് പിള്ളേരുണ്ടായിരുന്ന കല്യാണത്തിന് മുമ്പ്? എടാ, ഡാൻസ് പഠിപ്പിക്കുന്ന പിള്ളേര്. എങ്ങോട്ട് പോകുന്ന നേരം? മാഷെ, ഞാനിവിടെ അടുത്തൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ റിഹേഴ്സൽ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ടൊക്കെ വരുമായിരുന്നു മാഷെ. അതെ, ഞാനൊരു ലൈവ് ഇട്ടോട്ടെ? ലൈൻ ഇട്ടോട്ടേന്നോ? ലൈൻ ഇട്ടോട്ടെ എന്നല്ല, ഒരു ലൈവ് വീഡിയോ എടുത്തിട്ട് ആ പണി ഇവിടെ ചെയ്യാൻ പോകണോ? അല്ല, ഞാനൊരു ബ്ലോഗറാണ്, അതുകൊണ്ടാണ്. അല്ല, ബ്ലോഗറൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളുടെ ലൈവ് എടുത്തിട്ട് കാര്യമില്ല. അല്ല പ്ലീസ്, എന്നോട് ശരിയാത്തില്ല. ഹായ് ഫ്രണ്ട്സ്, അല്ല, ഞാൻ സമ്മതിച്ചിട്ടില്ല. നമസ്കാരം. നീ സമ്മതിച്ചിട്ടില്ല? ഞാൻ സമ്മതിച്ചില്ല. ഞാനിപ്പോ സമ്മതിച്ചിട്ടില്ല. നേത്രാവതിക്ക് ചെന്നൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ട്രെയിനിൽ വെച്ച ഒരു സമാഗമം
നമ്മുടെ TTR ആണ് കഥയിലെ നായകൻ. ഒരു ഹായ് പറഞ്ഞേക്കും. അല്ല ഞാനത് ഒരു ഹായ് പറയും. ആ. TTR ആണ് നായകൻ. ഇത് നായിക ഈ കുട്ടിയാണ്. ഒരു ഹായ് പറയും please. ഹായ്. ഇവര് തമ്മില് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതാണ്. ഇവര് മാഷ് ടീച്ചറും ആയിരുന്നു. ഡാൻസ് മാഷും ടീച്ചറും ആയിരുന്നു. ഇല്ല ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു. ഡാൻസ് മാഷും സ്റ്റുഡന്റും ആയിരുന്നു കേട്ടോ. ഓക്കെ ഹായ് അന്വേഷണങ്ങൾ പറയുന്നു. ഇത് എന്റെ ഭാര്യ കണ്ട പ്രശ്നമാവും. നിങ്ങൾ ലൈവ് എവിടെ ഇല്ലേ? പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ ഒരു ഡാൻസ് അവർക്ക് വേണ്ടി കളിക്കും. അയ്യോ ശരിയാകത്തില്ല. അയ്യോ, അത് ശരിയാവത്തില്ല. ഒന്നും അത് ശരിയാകില്ല. ശരിയാവത്തില്ല. അയ്യോ അതേ പറയുന്നു. അയ്യോ അവരങ്ങനെ പറഞ്ഞോട്ടെ. TTR ഡാൻസ് പ്ലീസ്. ശ്ശേ, അത് ശരിയാകത്തില്ല. ചിലക്ക് കേട്ട് മാഷേന്ന്. ഞാൻ ചിലങ്ക എടുത്തിട്ടില്ല വീട്ടിൽ. സാരില്ല. ശ്ശേ, അത് ഇവർക്ക് വേണ്ടി പ്ലീസ് അത് അങ്ങോട്ട് തിരിച്ചു പിടി. പ്ലീസ് ശ്ശേ, ഒന്ന് കളിക്ക്. എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ലെന്നേ. സാറേ, എല്ലാവരും ദേ ഇത് കണ്ട എല്ലാവരും കെഞ്ചി ചോദിക്കണം. കളിക്കാം. എന്തിനാ മാഷേ? ഓക്കെ ഒരു 2-3 സ്റ്റെപ്പ്. മലവേട്ടി കുടിയിരിക്കും തേവരേ, എന്റെ വിളയെല്ലാം കാക്കണേ തേവരേ. മലവേട്ടിൽ കുടിയിരിക്കും തേവരേ, എന്റെ വിളയെല്ലാം കാക്കണേ തേവരേ. മലവേട്ടിൽ കുടിയിരിക്കും തേവരേ, എന്റെ വിളയെല്ലാം കാക്കണേ തേവരേ. മതി ഇത്ര മതി. ഇതെടുത്താ മതി. അല്ല എല്ലാവർക്കും ഭയങ്കര എല്ലാവർക്കും ഹാപ്പി ആയിക്കോട്ടെ. പക്ഷെ 15,000 ലൈക്കായി ഈ ടൈം കൊണ്ട്. നിനക്ക് നിമിഷ നേരം കൊണ്ട് 15,000 ലൈക്ക് കിട്ടി. വീട്ടിൽ ചെന്ന് കഴിയുമ്പോ നിമിഷ നേരം കൊണ്ട് 25,000 ഇടി എനിക്ക് കിട്ടും. അതറിയോ? എടോ ഞങ്ങളെ അല്ല ഷൂട്ട് ചെയ്യേണ്ടത്. കണ്ടോ? ഞങ്ങളെ അല്ല അതെ സുഹൃത്തെ, ഞങ്ങളുടെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടാതെ ഇതേപോലുള്ള പാട്ടുകാരെ ഉണ്ടല്ലോ, കുപ്പയിലെ മാണിക്യമായ പാട്ടുകാർ, ഇവരുടെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്. എന്നിട്ട് വൈറലാക്കുക. അവര് രക്ഷപ്പെടട്ടെ. കപ്പയിലെ മാണിക്യം ഒന്ന് പാടും. ഒരു പാട്ട് പാടാം. പാടും. तेरी मेरी अब तेरी मेरी तेरी तेरी कहानी अब तेरी मेरी अब मेरी तेरी कहानी. നമ്മൾ എവിടെയാ കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. പുള്ളി വെള്ളം കുടിക്കാൻ ടെക്കിളുവന്നായിരിക്കുള്ളൂ. ഇത് എക്കളല്ലേ? ഒന്നുകൂടെ പാടിക്കേ. अब तेरी मेरी अब मेरी ഇതാരാന്ന് മനസ്സിലായി? ആര്? മറ്റേ മറ്റേ ഷോയ്ക്കകത്ത് പാട്ട് പാടുന്ന ആള്. ആണോ? മറ്റേ നടൻ. എവിടെ? അല്ല ഇങ്ങോട്ട് മാറി ഷൂട്ട് കൈയെടുത്തേ. കൈയെടുക്ക്. താടിയൊക്കെ ഉണ്ടോ? അപ്പം കണ്ടോ ആരാന്നോണ്ട് മുണ്ടടിച്ചേ. ഇതാണ് നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഇഷ്ടം പോലെ പാട്ട് ആ ചാനലിൽ കിടന്ന് അങ്ങ് പാടുന്നില്ലേ? അത് പോരെ? 13 വർഷം ഞാൻ പാടിയിട്ട് ഒന്നും ആയില്ല. ഇങ്ങനെയെങ്കിലും വൈറലാവട്ടെ ഓർത്തു ഒരു പണി ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു പാട്ട് ഞാൻ പാടാം. ആയിക്കോട്ടെ. ഓക്കെ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചു കൊണ്ടെന്നോട് പിന്നാരം പറഞ്ഞവനേ. ഇത് വൈറലാവോ? ഇത് ഞങ്ങൾ വൈറലാക്കും. Masala